ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പരിപ്പും പാലക്കും ചേർത്ത ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് തുമരപ്പരിപ്പാണ് കേട്ടോ. നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. പിന്നെ പാലക്ക് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇനി വേണ്ടത് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്. ഇത്രയാണ്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനെടുപ്പ് വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഐറ്റംസും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് വേണ്ട നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ ഐറ്റംസൊക്കെ സോഫ്റ്റായി കഴിയുമ്പോൾ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഏത് ചീര വേണമെങ്കിലും ചേർക്കാം, മുരിങ്ങയില വേണമെങ്കിലും ചേർക്കാം. ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇല വെന്ത് കഴിയും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, ഈ പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട്. എന്നിട്ട് നമ്മളിത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു കറിയാണ് ഇത്.